ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ഒരുപാട് നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് വാട്ട് ആഫ്റ്റർ പ്ലസ് ടു. സോ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഞാൻ എന്ത് കോഴ്സാണ് ചൂസ് ചെയ്തത്, എവിടെയാ ചേർന്നത്, എന്തിനാ ചേർന്നത്, അതേപോലെ തന്നെ ഏത് എക്സാം എഴുതിയിട്ടാണ് കോഴ്സ് ചൂസ് ചെയ്തത്, റിപ്പീറ്റിന് പോകുന്നുണ്ടോ, റിപ്പീറ്റ് പോകുന്നുണ്ടെങ്കിൽ തന്നെ നീറ്റ് ആണോ നോക്കുന്നത്, ജെഇ ആണോ നോക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ. സോ അതിനൊക്കെയുള്ള ഒരു ആൻസർ ഞാൻ ഈ വീഡിയോയിലൂടെ തരാൻ വേണ്ടി ശ്രമിക്കാം. സോ ഫസ്റ്റ് തന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഞാൻ റിപ്പീറ്റിന് പോകുന്നുണ്ടോ എന്ന്. അപ്പൊ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ നോ. കാരണം എന്റെ 1 ഇയർ ഡ്രോപ്പ് ചെയ്യാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഞാൻ എന്തായാലും റിപ്പീറ്റിന് പോകില്ലാനുള്ള കാര്യം. കാരണം എനിക്ക് അതിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എനിക്ക് അത്രയും 1 ഇയർ അത്രയും ഡെഡിക്കേറ്റഡ് ആയി പഠിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ റിപ്പീറ്റിന് പോയാലും ആ 1 ഇയർ എന്താ പറയാ കംപ്ലീറ്റ്ലി എന്നെ സംബന്ധിച്ച് ഫ്ലോപ്പ് ആയിരിക്കും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റിന് പോവാത്തത്. സോ റിപ്പീറ്റിന് ഞാൻ എന്തായാലും പോകുന്നില്ല. പിന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആയി പഠിക്കാൻ പറ്റുന്നതും അത്രയും എന്താ പറയാ പാഷൻ ജെഇ നീറ്റിനോട് പാഷനേറ്റ് ആയ കുട്ടികളൊക്കെ ഉണ്ടാവും. സോ അവർക്കൊക്കെ ഇത് റിപ്പീറ്റ് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ എന്നെ പോലെ അത്ര പാഷനേറ്റ് അല്ലാത്തവർക്കും അതേപോലെ തന്നെ 1 ഇയർ കളയാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ റിപ്പീറ്റ് അത്ര നല്ലൊരു ഓപ്ഷനും ആയിരിക്കില്ല. സോ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തായാലും റിപ്പീറ്റ് നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കത് അതിനോട് താല്പര്യമില്ലായിരുന്നു. ആ ഒരു ഡൗട്ട് അവിടെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഞാൻ ഏതൊക്കെ എൻട്രൻസ് എക്സാംസ് ആണ് രജിസ്റ്റർ ചെയ്തത്. സോ അത് ഞാൻ ഇവിടെ എന്താ പറയാ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ മറന്നു പോകുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം എഴുതി വെച്ചിട്ടുണ്ട്. സോ ഞാൻ പറയാം. ഞാൻ എഴുതിയത് ജെഇ BRക്കും ബി പ്ലാനിങ്ങും. അത് ജനുവരിയിലത്തത് എഴുതിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഏപ്രിലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ജനുവരിയിലത്തേത് ഞാൻ BRക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബി പ്ലാനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഏപ്രിലത്തേത് ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് നല്ല മോശമായിരുന്നു രണ്ട് ഷിഫ്റ്റിലും 2 എക്സാംസിലും. അതുകൊണ്ട് തന്നെ എനിക്കത് നോക്കാൻ വേണ്ടി പറ്റില്ല. അടുത്തത് നാറ്റ. അതായത് നാറ്റ വെച്ചാൽ ആർക്കിടെക്ചറിന്റെ എക്സാം. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ആകെ പറ്റിയൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇതിൽ ടൈം എത്ര സെക്കൻഡ്സിനുള്ളിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അത് ഓപ്ഷൻ പിക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് പോവല്ലോ. പിന്നെ ലൈക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ള എൻട്രൻസ് എക്സാംസിന് ആ കുഴപ്പമില്ല. പക്ഷെ നാറ്റക്ക് ആ കുഴപ്പമുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നാറ്റയുടെ കാര്യത്തിൽ. പിന്നെ നാറ്റ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ പിന്നെ അങ്ങനെ വിട്ടു. ജസ്റ്റ് എഴുതി നോക്കാന്നുള്ളൊരു ഇതിൽ എഴുതിയതാണ് നാറ്റ. പിന്നെ നീറ്റ് പിന്നെ അറിയാലോ, നീറ്റും നീറ്റിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടുമില്ല. പിന്നെ കീമില് ഫാർമസിയും അതേപോലെ തന്നെ എഞ്ചിനീയറിങ്ങും. അതില് ഫാർമസി ഞാൻ ഒരു തേങ്ങയും പഠിക്കാണ്ടാ പോയി എഴുതിയത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അതിൽ യാതൊരുവിധ ഹോപ്പും ഉണ്ടായിരുന്നില്ല. തലേന്നും അല്ലെങ്കിൽ അതിന്റെ എക്സാമിന്റെ മോർണിംഗ് പോലും ഞാൻ ബുക്ക് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കീമിന്റെ ഫാർമസി അങ്ങനെ. എന്നാലും ഞാൻ ഫാർമസിക്ക് ക്വാളിഫൈഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ എഞ്ചിനീയറിങ് വന്നിട്ട് എക്സാം ഞാൻ പ്രതീക്ഷിച്ചത് വെച്ച് നോക്കുമ്പോൾ എക്സാം ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് വെറുതെ 3 മണിക്കൂർ അങ്ങനെ പോയി ഇരിക്കാന്നായിരുന്നു. പക്ഷെ അത്ര ഇതായിരുന്നില്ല. എനിക്ക് എക്സാം നല്ല ടഫായിരുന്നു. അബവ് ആവറേജ് എക്സാം തന്നെയായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴും എനിക്ക് അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഓർമ്മയുണ്ട്. ഞാൻ ആകെ അറ്റംപ്റ്റ് ചെയ്തത് 57 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 57. അപ്പൊ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എനിക്ക് എന്താ പറയാ എക്സാം എനിക്ക് അത്ര നല്ല എക്സാം ആയിരുന്നില്ല എന്ന്. എന്നാലും വിചാരിച്ചത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. കീമിന്റെ എഞ്ചിനീയറിംഗിന്റെ കാര്യം അങ്ങനെയാണ്. ആൻഡ് എനിക്ക് ആകെ ഉണ്ടായൊരു ഹോപ്പ് എന്താ വെച്ചാൽ പ്ലസ് ടുവിന് അത്യാവശ്യം മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ റാങ്ക് വല്ലാണ്ടങ്ങ് ബാക്കോട്ട് പോരാൻ എനിക്ക് അറിയായിരുന്നു. കാരണം പ്ലസ് ടു PCMന്റെ മാർക്ക് കീമിന് നോക്കുമല്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം എന്റെ റാങ്ക് എത്ര ആയിരിക്കും എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. ആ കറക്റ്റ് റാങ്ക് തന്നെ എനിക്ക് കിട്ടിയത്. അതായത് അണ്ടർ 25K ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അങ്ങനെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തത്. പിന്നെയുള്ളത് കുസാറ്റിന്റെ കാറ്റ് എക്സാം. അതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തത് LLBയും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗും ആയിരുന്നു. അതില് ഡ്യൂ ടു സം സർക്കംസ്റ്റൻസസ് എനിക്ക് LLBയുടെ എക്സാം എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു LLBനോട്. പക്ഷെ എനിക്ക് ആ എക്സാം എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ അങ്ങനെ കട്ടായി പോയി. പിന്നുള്ളത്
എഞ്ചിനീയറിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപാട് തന്നെ എന്റെ ഹോപ്പ് എല്ലാം പോയതാണ്. എന്തായാലും എനിക്ക് കിട്ടില്ല. 101% എനിക്ക് ഷുവർ ആയിരുന്നു കുസാറ്റിൽ എഞ്ചിനീയറിംഗ് എന്തായാലും കിട്ടില്ല. ഞാൻ റാങ്ക് ലിസ്റ്റിൽ പോലും വരില്ല എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ റാങ്ക് ലിസ്റ്റിൽ വന്നു. റാങ്ക് പിന്നെ അങ്ങനെ നോക്കുന്നില്ല, റാങ്ക് പൊട്ട റാങ്ക് തന്നെയായിരുന്നു. ലാസ്റ്റ് IME-CET എക്സാം എഴുതുമ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് ടഫ് തന്നെയായിരുന്നു. കാരണം IME-CET ബാക്കിയുള്ള എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ പൊതുവെ കുറച്ച് സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ഞാൻ അത് വെച്ച് അത്ര എക്സ്പെക്ട് ചെയ്ത് അത്ര സിമ്പിൾ ആയിരുന്നില്ല. ഞാൻ കുറച്ച് ഓവർ സിമ്പിൾ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആയിരുന്നില്ല. അപ്പോൾ അതിന്റെ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ക്വാളിഫൈ ആവില്ല എന്നായിരുന്നു വിചാരിച്ചത്. കാരണം എന്താ വെച്ചാല് IME-CET കാറ്റഗറി വൈസ് ആണല്ലോ ക്വാളിഫൈ ആ ലിസ്റ്റ് വരുന്നത്. അപ്പം എന്തായാലും ഒരു 15K അല്ലെങ്കിൽ മിനിമം 20K ആയിക്കെ തന്നെ ജനറൽ കാറ്റഗറിയിൽ ക്വാളിഫൈ ആവുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ക്വാളിഫൈ ആവില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ സർപ്രൈസായി ഞാൻ ക്വാളിഫൈ ആയി. അപ്പൊ IME-CET കാര്യം അങ്ങനെ ഇല്ല, എഴുതിയ എക്സാംസിൽ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഞാൻ ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. വലിയ റാങ്ക് ഇല്ല എന്നാണ് ഉള്ളത്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? റാങ്ക് ആണ് വേണ്ടത്. അതെനിക്ക് എൻട്രൻസ് എക്സാംസ് ഏതൊക്കെയാണ് എഴുതിയതൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയുള്ള ഡൗട്ട് ഏത് കോഴ്സാണ് ഞാൻ ചൂസ് ചെയ്തതെന്നാണ്. +1 പഠിക്കുമ്പോൾ ഒക്കെ എനിക്ക് താല്പര്യം നീറ്റ് ആയിരുന്നു. പക്ഷെ +1 ടുവാർഡ്സ് ദി എൻഡ് ആയപ്പോൾ തന്നെ എനിക്ക് അതിനെ പറ്റി ഏകദേശം നല്ല രീതിയിൽ ഒരു ധാരണ കിട്ടി. അപ്പോൾ തന്നെ ഞാൻ വലിയ രീതിക്ക് അതിനോട്ട് ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ടു ബി ഹോണസ്റ്റ്. പിന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായ കോഴ്സാണ് ആർക്കിടെക്ചർ. പിന്നെ ഞാൻ നന്നായി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അത് എടുത്താൽ മേ ബി കുറച്ചധികം സ്ട്രഗിൾസ് ഓർ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അതുകൊണ്ട് ഞാൻ അത് പിന്നെ ചൂസ് ചെയ്തില്ല ആർക്കിടെക്ചർ. പിന്നെ കീമിലെ ഫാർമേഴ്സ് ഞാൻ പിന്നെ ചുമ്മാ പോയി എഴുതിയത്. എഞ്ചിനീയറിംഗിൽ എനിക്ക് എഞ്ചിനീയറിംഗ് അത്ര പാഷനേറ്റ് ആയ ആളൊന്നല്ല ഞാൻ. പിന്നെ എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഇനി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗാണ്. കാരണം ബാക്കിയൊക്കെ പോയി, പിന്നെയുള്ളത് എഞ്ചിനീയറിംഗ് മാത്രമാണ്. എഞ്ചിനീയറിംഗിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ബ്രാഞ്ചസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എഞ്ചിനീയറിംഗിന് ഒരു അഡ്വാൻറ്റേജ്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ കമ്പ്യൂട്ടർ സയൻസ്, മെക്ക്, സിവിലൊന്നും അല്ലാണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് എഞ്ചിനീയറിംഗിൽ. അപ്പൊ അതിലേതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചത്. ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ചൂസ് ചെയ്തത് എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ കീമ് വഴിയാണോ എന്നുള്ള കാര്യം, കീമ് വഴി എനിക്ക് എഞ്ചിനീയറിംഗ് അത്ര താല്പര്യം ഫ്രം ദ ബിഗിനിങ് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അതെനിക്ക് കീമ് വഴി താല്പര്യം ഉണ്ടായിരുന്നില്ല അത്ര തന്നെ. കാരണം എന്താ, എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല കീമ് വഴി പോവാൻ. പിന്നെ കുസാറ്റ് എനിക്ക് കിട്ടിയിട്ടുമില്ല. പിന്നെ IME-CET വന്നിട്ട് മെയിനായിട്ട് 3 കോഴ്സസ് ആണ് ഉള്ളത്. BSc നോട്ടിക്കൽ സയൻസ്, DNS, അതേപോലെ തന്നെ മെറൈൻ എഞ്ചിനീയറിംഗ്. അതിൽ തന്നെ അറിയാലോ, മെറൈൻ എഞ്ചിനീയറിംഗ് അത് എഞ്ചിനീയറിംഗ് കോഴ്സാണ്. അപ്പോൾ IME-CET ഞാൻ ക്വാളിഫൈ ആയിട്ടുണ്ട്. എനിക്ക് മെറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് നോക്കിയപ്പോൾ ഓക്കെ ആണ്. സോ ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്ത കോഴ്സ് വന്നിട്ട് മെറൈൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ കോഴ്സ് എന്തായാലും കിട്ടിയല്ലോ. ഞാൻ ചൂസ് ചെയ്ത കോഴ്സ് മെറൈൻ എഞ്ചിനീയറിംഗ്. പിന്നെ ഉള്ളത് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി. അതിപ്പോൾ ഞാൻ തൽക്കാലം റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ ഉടനെ തന്നെ എൻ്റെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാനത് റിവീൽ ചെയ്യാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനത് റിവീൽ ചെയ്യുന്നില്ല. അപ്പൊ എന്റെ കോഴ്സ് ഞാൻ പറഞ്ഞു, ഞാൻ മെറൈൻ എഞ്ചിനീയറിംഗ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ടാവും. അതിന്റെ വ്ളോഗൊക്കെ ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നിങ്ങൾ എന്ത് കോഴ്സാണ് ചൂസ് ചെയ്ത്, എവിടെയാ ചേർന്നത്, ഏത് എക്സാം ആണ് നോക്കിയത് എന്നതൊക്കെ കമന്റ് ബോക്സിൽ പറയാം. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും അത്ര തന്നെ ഉള്ളൂ. ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.